ഇപ്പൊ ഷോ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? പിന്നെ എന്താന്ന് അറിയണമെങ്കിൽ അയാളൊന്ന് താഴോട്ടിറങ്ങി വരണ്ടേ? ഫാനിന്റെ പരിപാടി ഒന്നുമില്ല, കാട്ടിൽ കാട്ടാവതാരം എന്ന് വേണം പറയാം. 360 ഡിഗ്രിയിൽ വട്ടത്തിലും ജസ്റ്റ് ഒരു ആവറേജ് പടം, അല്ലെങ്കിൽ അതിലും താഴെ നിൽക്കുന്നൊരു പടം എന്ന് വേണമെങ്കിൽ പറയാം. കാട്ടിൽ കാട്ടാവതാരം എന്ന് വേണം പറയാം, അത്രയ്ക്ക് മോശം പടം. ഒന്നുമില്ല പടത്തിൽ, വളരെ ഫ്ലാറ്റ് സ്ക്രീൻ പ്ലേയും വീക്ക് സ്ക്രിപ്റ്റും. മോശം അഭിപ്രായം. മാർക്കോ പടത്തിനകത്ത് ഉണ്ണിമൂന്തൻ ചെയ്തൊരു എഫേർട്ടാണ് അയാളുടെ ബോഡി, അയാളുടെ സ്വാഗും ഓറയൊക്കെ കാണിക്കാൻ ഒരു ഐറ്റം. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. പോരാ, പുള്ളിയെ കൊണ്ടൊന്നും പറ്റുന്നില്ല. പുള്ളി എടുക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ കൊണ്ട് തല വെച്ചു കൊടുത്ത രീതിയിലായിപ്പോയി. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഇതിനകത്ത് ഒരു ഓറ ഇല്ല. ആന്റണി പെപ്പയുടെ ക്യാരക്ടറിന് ഒരു ഓറ ഇല്ല. ഒരു 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 ഹീറോക്ക് കിട്ടേണ്ട ഒരു ഓറ ഉണ്ട്, ആ ഓറ ഇല്ല. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ പറഞ്ഞേ, സന്തോഷായി. എന്നാ നിങ്ങൾക്ക് ഡയലോഗ് ഇല്ല. 2 മാസം ഡയലോഗ് തന്ന അവിടെ നിർത്തിച്ച്, പിന്നൊക്കെ സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എന്നല്ലാതെ ഒരു സാധനം ഇല്ല. ഒരു പഞ്ച് കിട്ടുന്ന ഒരു ഡയലോഗ് ഒളിപ്പിച്ച് കടത്തിയ പോലെ ഉണ്ട്, ഇല്ലേ? ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമാ. ഒരു ഹൈ മൊമെന്റോ ഒരു ഇമ്പാക്റ്റോ ഒന്നുമില്ലാതെ ഭയങ്കര പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു പടം പോവുക. അച്ഛൻ്റെ മുന്നിൽ ഡയറക്ടർ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നിൽക്കാൻ ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയൊക്കെ ചെയ്തത്. ഇത് കണ്ടു കഴിഞ്ഞാൽ അമ്മ പോലും വീട്ടിൽ കയറ്റൂല. ക്യാമിയോസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വലിയ ഒരു എഫക്ട് കിട്ടുന്നില്ല. പിന്നെ എല്ലാവരും നിർഗുണമായ രീതിയിലാണ് നമ്മൾ തിയേറ്ററിൽ കണ്ടത്. നീ അന്ന് നോവിച്ച് വിട്ടത് ഒരു പാമ്പിനെയാണ്. ഒരു പുഷ്പയുടെ ഒക്കെ ഒരു -140p അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള കഥയാണ് ഈ ഒരു പടത്തിന്. ഹനാൻഷായെ കൊണ്ടുവന്ന് ഡമ്മിയെ കൊല്ലം നിർത്തിയിരിക്കുന്നത്. എന്തായാലും നേരിടുക തന്നെ. ഹനാൻഷ ഉണ്ട് പടത്തിൽ. ഹനാൻഷായ ഒരു ഡയലോഗ് ഇല്ല. ഹനാൻഷായ അവര് നമ്മളെ പറ്റിച്ചതാ. ഹനാൻഷായത്തിലെ ബദിരനും മൂകനോ സംസാരശേഷിയില്ല. സാരമില്ല, നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. വലിയ ആളുകളൊക്കെ ഇങ്ങനെയൊക്കെയാ തുടങ്ങിയ. അപ്പൊ പുള്ളി ഇങ്ങനെ നമ്മളിങ്ങനെ എന്തോ കണ്ടതുപോലെ പറയൂലേ, അതുപോലെ നിൽക്കും ഫുൾ ടൈം. ഓരോ സീനിൽ പിന്നെ വേറെ അടുത്ത വന്ന് ഇങ്ങനെ ബോംബ് പറഞ്ഞ് കളിക്കും. കൂടുതലായി ഞാൻ വല്ല ഡയലോഗും പറയണു. എന്തിന്? അല്ല, ഒരു ഒറിജിനാലിറ്റിക്ക് ഒരൊറ്റ ചവിട്ടിയാൻ വെച്ചത്. ടോർച്ചറിംഗ് ലെവലിലോട്ട് പോയോ? ടോർച്ചർ 2 മണിക്കൂറേ ഉള്ളൂ, പക്ഷേ 2 മണിക്കൂറും ടോർച്ചർ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ വെറും വേസ്റ്റ് ആക്കി ഒരുമാതിരി എന്തിനോ വേണ്ടി എടുത്ത് കളഞ്ഞ്. എന്തൊരിത് ഇങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. വളരെ നമ്മൾ ഭയങ്കര ഡിസപ്പോയിന്റ് ആയിരുന്നു. ഒന്നുമില്ല പടത്തിൽ, വളരെ ഫ്ലാറ്റ് സ്ക്രീൻ പ്ലേയും വീക്ക് സ്ക്രിപ്റ്റും. ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിക്കുക. പെപ്പേനെ കൊണ്ട് ഡയലോഗ് പറയിപ്പിക്കില്ല. പെപ്പയ്ക്ക് ലുക്ക് മാത്രം. അതും ലുക്ക് എങ്ങനെ അറിയാം? ഇങ്ങനെ ഒരു സാധനം. മാർക്കോ 7 പോയിട്ട് കാൽഭാഗം പോലും ഇല്ല. കാര്യം കിട്ടും. സാധാ ഒരു ആക്ഷൻ പടം അത്രേ ഉള്ളൂ, അല്ല വലിയ മാർക്കൊന്നും മുകളിൽ നിൽക്കാറൊന്നും. നമ്മള് മാർക്കോ പ്രതീക്ഷിച്ചൊന്നും വരല്ലേ, ചുമ്മാ ആർക്കാനും വേണ്ടി ഓർക്കാനിച്ച് വിട്ട പോലെ ഉണ്ട്. എതുക്കിടാ ഇങ്ങ വന്ന ഏണ്ടാ എന്നെ ടെൻഷൻ പண்றே? പെപ്പയുടെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കൈയടിക്കണമെന്ന്, പക്ഷെ തിയേറ്ററിൽ ഒരു ശകലം പോലും അനങ്ങിയിട്ടില്ല. ഞാൻ കുറച്ച് ഓവറായി. ഒരു ചെറിയ കൈയടി പോലും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമായി പോയി ബ്രോ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. അതിനൊരു തീരുമാനമായി.